നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണത്, നിങ്ങളുടെ വ്യക്തി വളരെയധികം ദുഃഖിതനാണ്. അയാളുടെ മുന്നിൽ 2 ഓപ്ഷനുണ്ട്. എന്തൊക്കെയോ കാര്യത്തിൽ അയാൾ വളരെയധികം ദുഃഖിതനായിട്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും സംസാരിക്കണമെന്നൊക്കെ അയാൾക്ക് നിങ്ങളെ വളരെ പാഷനേറ്റായിട്ട് ലവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അയാളെ സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ്. പുള്ളി വളരെയധികം ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നൊക്കെ അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നല്ലൊരു താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തിരുന്നത്. മണി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യത്തിൽ അദ്ദേഹം വറീഡാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ ആലോചിച്ച് വളരെയധികം നിരാശയിലുള്ളൊരവസ്ഥയാണ് കാണുന്നത്. ഒരു പക്ഷേ പല കാര്യങ്ങളും അദ്ദേഹം വിചാരിച്ച പോലെ നടക്കുന്നുണ്ടാവില്ല. കരിയറിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒക്കെ വളരെ സ്ട്രഗിളായൊരു സിറ്റുവേഷനാണ്. അത്തരമൊരു സാഹചര്യം കാരണം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് അധികം സംസാരിക്കാനോ നിങ്ങളുടെ അടുത്ത് മിങ്കിൾ ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു നിങ്ങളോടുള്ളൊരു വികാരവും കാര്യങ്ങളൊന്നും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് ഒട്ടും പാഷനേറ്റ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ മൈൻഡിൽ തീവ്രമായ വേദനയും നിരാശയും വിഷമമൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് കേട്ടോ അത്. കാരണം അല്ലാതെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പോകുന്നൊരു ബന്ധമാണ്. നിങ്ങൾ തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ പോലെയൊക്കെ ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അത്രയും നല്ലൊരു ബന്ധം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം മാത്രമാണ് ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അത് ഹി ഓർ ഷീ, അവർക്ക് കരിയർ സംബന്ധമായിട്ടോ മണി സംബന്ധമായിട്ടോ എന്തൊക്കെയോ പ്രോബ്ലംസ് ആണ്. അത് ഒരുപക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരാവുന്ന കാര്യമുള്ളൂ. രണ്ടുപേരും ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഓപ്പണായിട്ട് സംസാരിക്കാനോ പഴയ പോലെ ഉള്ളിലുള്ളത് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റാത്ത വളരെ നിരാശയായിട്ട് കടന്നു പോകുന്നൊരു സമയമാണ്. എന്താ പറയുക, ആ സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ടും ഒരു സ്ട്രെങ്ത്തും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളാണെങ്കിലോ പഴയ പോലുള്ളൊരു സ്നേഹമില്ല, അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുഖം തിരിഞ്ഞിരിക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരും. മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക, കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവുക, അവരുടെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് എനിക്ക് വരുന്നൊരു കാര്യം കണ്ടിട്ട് വരുന്നൊരു മെസ്സേജ്. അതുപോലെ തന്നെ കുറേ കൂടി അണ്ടർസ്റ്റാൻഡിങ് ആവുക. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിക്കുക. എന്താ പറയുക, ലൈഫിൽ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. അപ്പോൾ ആ സമയത്തും നമ്മൾ എന്താ പറയുക, ഈ നിമിഷവും കടന്നു പോകുമെന്ന് പറയാം. ഇത്ര സിറ്റുവേഷനൊക്കെ വരും, പക്ഷേ അത് മറികടന്ന് പോയാൽ തീർച്ചയായിട്ടും ഒരു വിജയം, അതുപോലെ തന്നെ ഇതിലൊരു ഒരു വസന്തകാലമൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു തോന്നലുണ്ടാവും, ഇതിൽ ഞാൻ നിൽക്കണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ, എന്തിനെങ്ങനെ നിൽക്കുന്നത്, എനിക്ക് ഇതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, എൻ്റെ ടൈം പോകുന്നു, എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു കമ്മിറ്റ്മെൻറ്റും തരുന്നില്ല, ഞാൻ എന്തിനിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്തരം ചിന്തകളൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഒരു എനർജി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്ഷമാപൂർവ്വം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഈ സാഹചര്യം എന്തായാലും മാറി വരും. അപ്പോൾ ആ ഒരു നിരാശയുണ്ട് നിങ്ങളുടെ മുഖത്ത്, വല്ലാണ്ടൊരു ഒരു സാഡ്നെസ് ഫീലിങ്സ് ഉണ്ട്. അത് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാണ്ടല്ല, അവരുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യുക, ഒരു സപ്പോർട്ട് കൊടുക്കുക, ഇതിൽ തന്നെ നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു അധികം വൈകാതെ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുമായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ. അപ്പോൾ ആൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. നിങ്ങൾ
ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പേഷ്യൻ്റായിട്ടിരിക്കുക. അത് നിങ്ങളിലേക്ക് തന്നെ വരും, തീർച്ചയായിട്ടും വരും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഫിനാൻഷ്യൽ ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ഇതൊക്കെ ആയിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളിൽ നിന്നൊരു അകലം പാലിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം കൊടുക്കുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എല്ലാം ശരിയായിട്ട് വരും. അതുവരെ കാത്തിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്.